ഹലോ കൂട്ടുകാരെ, പച്ചക്കറി ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഹസ്ബൻഡ് പറഞ്ഞത് എന്നാൽ ഇന്ന് ഓംലെറ്റും ചപ്പാത്തിയും കഴിക്കാമെന്ന്. അപ്പോൾ ചുമ്മാ അത് ഓംലെറ്റും ചപ്പാത്തിയും കഴിക്കുന്നത് ഒരു സുഖമല്ലല്ലോ. അപ്പോൾ നമുക്കിന്ന് ഓംലെറ്റും കൊണ്ടൊരു കറി ഉണ്ടാക്കാം, ഓംലെറ്റ് വിത്ത് ഗ്രേവി. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആവശ്യം മുട്ട. ഞാനിവിടെ 2 മുട്ട എടുക്കുന്നുണ്ട്, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ 2 മുട്ട ധാരാളം. എന്നിട്ട് ഇച്ചിരി പെപ്പർ ഇടണം, ഉപ്പിടണം. എന്നിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്യണം. മിക്സ് നല്ലപോലെ അത് മിക്സ് ചെയ്തിട്ട് അതൊരു പാൻ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നോർമൽ ഇങ്ങനെ ഓംലേറ്റ് എടുക്കുന്നത് അതുപോലെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഉള്ളിയും കൂടി ചേർക്കാം. ഞാൻ ഉള്ളിയും പച്ചമുളകൊന്നും ഇടാതെ തന്നെയാണ് ഇതിൻ്റെ ഓംലേറ്റ് റെഡിയാക്കിയത്. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഓംലെറ്റ് എടുത്ത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളെ ഗ്രേവി റെഡിയാക്കാം. ഗ്രേവിക്ക് വേണ്ടി നമുക്കൊരു പാനിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണ. റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം, അഥവാ ഗീ ആണെങ്കിൽ ഗീ യൂസ് ചെയ്യാം. ഞാനിവിടെ ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇച്ചിരി കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടാറാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഞാൻ ഒരു ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി വരട്ടെ, അതുവരെ നമുക്കൊന്നിത് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് ഇച്ചിരി പെട്ടെന്ന് വേവാൻ വേണ്ടി ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനകത്ത് ഇച്ചിരി മഞ്ഞളും ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും ഒക്കെ ഇടും. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഇതിൻ്റെ ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചിപ്പ് മാറുന്നവരെ നമുക്കിത് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒരു തക്കാളി കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പച്ചിപ്പ് മാറുന്നവരെ നമുക്ക് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അത് ഞാൻ പെരുജീരക പൊടി ഇടുന്നുണ്ട്, ഒരു ടേബിൾ സ്പൂണ്. എന്നിട്ട് നമ്മൾ മസാല നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്കായിട്ട്. എന്നിട്ട് ഇച്ചിരി കൂടെ വെള്ളം ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഗ്രേവിയും കൂടെ ഒന്നും കൂടെ നല്ലപോലെ ഗ്രേവി ആക്കിയിട്ട് ഒന്നും കൂടെ നല്ലപോലെ വേവിച്ചെടുക്കാം. ഞാനിതിനകത്ത് 2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഈ ഓംലേറ്റ് റെഡിയാക്കി ഓംലേറ്റ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയ്ക്കകത്ത് നമുക്ക് ഈ ഓംലേറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ പാൽ യൂസ് ചെയ്യും. അപ്പോൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് നോർമൽ നമ്മുടെ കവർ പാലാണ് യൂസ് ചെയ്തത്. നമുക്കിച്ചിരി വെള്ളം ഇട്ടിട്ട് അതിൻ്റെ തിക്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാം. അത് നല്ല മസാലയൊന്ന് ആ ഓംലെറ്റിലോട്ട് നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടി. പിന്നെ ഇതിനകത്ത് നമ്മൾ പാലിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞ പോലെ പശുവും പാലിടാം, കവർ പാൽ അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഇവിടെ ഡിഫിക്കൽട്ടായ കാരണം ഞാൻ തേങ്ങാപ്പാൽ ഇട്ടില്ല. പിന്നെ ഇച്ചിരി കസ്തൂരി മേത്തിയും കൂടെ ഇട്ടിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റൊട്ടിയുടെ കൂടെയോ പൂരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.